ഹലോ ഓൾ. അപ്പോൾ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത് മലപ്പുറം കോട്ടയ്ക്കലുള്ള ഹണി സ്പെഷ്യൽ കേക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നല്ല വെറൈറ്റി കേക്ക്സും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കസിൻസായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലുള്ളത് എൻ്റെ ഒരു സിസ്റ്ററും പിന്നെ എൻ്റെ വേറൊരു സിസ്റ്ററും മോളാണ്. അപ്പോൾ ഇവളെ നിങ്ങൾ പലപ്പോഴും എൻ്റെ കൂടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആളൊരു നല്ല കുഞ്ഞു വ്ളോഗറുമാണ്, അടിപൊളി ഒരു കുറുമ്പിയും കൂടിയിട്ടാണ്. അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ മലപ്പുറം എത്തി. ഹണി സ്പെഷ്യൽ കേക്കിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അവിടുത്തെ ബോർഡൊക്കെ വായിച്ചു. കോഫി, ജ്യൂസ്, കേക്ക്, പാസ്ട്രീസ്, ബർഗേഴ്സ്, കസ്റ്റമൈസ്ഡ് കേക്ക്സ്, ഇതൊന്നും പോരാണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു പാർട്ടിയൊക്കെ ഒരുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞൊരു ബൂത്ത് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോണത്. പിന്നെ നമുക്ക് അകത്ത് മാത്രമല്ല കേട്ടോ, പുറത്തിരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെ കുറുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കണം കണ്ടപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ കൈയിട്ട് ലോക്ക് ചെയ്തു. നമുക്കിനി ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിയപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നിട്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുറുമ്പി നൈസായിട്ട് എൻ്റെ കൈ വിട്ടിട്ട് ഓടിപ്പോയി. ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം ഐറ്റംസിനേക്കാളും അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. അവിടെ ഉള്ള ഓരോന്നും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റിൽ ഞാൻ നോക്കിയത്. നമുക്ക് കണ്ടു നോക്കാം. ഞങ്ങൾ സീറ്റിലിരുന്നതിന് ശേഷം അവരുടെ ഒരു സ്പെഷ്യൽ കേക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കൊടുന്നു വന്നു. കഴിച്ചപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഇങ്ങനെ പൊടിഞ്ഞു പോയിരുന്നു. അപ്പോൾ എന്തോ ഒരു ഗീ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയൊരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. എനിക്കൊരു പാഡ് അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. പിന്നെ വലിയ കാര്യത്തിൽ അവരുടെ മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. എൻ്റെ വായനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇത് എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്യുന്നുള്ള പോലെയായിരുന്നു. ചില വേർഡ്സ് ഒന്നും എനിക്ക് വായിക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു വെറൈറ്റി നെയിംസൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ മെനുവിലത്തെ പുതിയ ആ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴിക്കാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അതിന് കുറച്ചും കൂടി പ്രൈവസി ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യം മാറിയിരുന്നു. ഞാനിപ്പോൾ ഈ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും കഴിച്ചു നോക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. വേറെ ഒന്നുമല്ല, 5-in-1 ടോർട്ടെ പ്രീമിയം ചോക്ലേറ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു 5 ലെയർ കേക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കേട്ടിടത്തോളം ഹണി സ്പെഷ്യൽ കേക്കാണ് ഇതിനൊരു സ്റ്റാർട്ടിങ് ഇട്ടിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ തന്നെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണേന്നുള്ളൊരു ഹാപ്പിനെസ്സും എനിക്ക് ഉള്ളിലുണ്ട്. പിന്നെ ഇത് എന്ത് ടേസ്റ്റ് ആവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഞാൻ അധികം തിന്നാൻ നിന്നില്ല, കാരണം കൊതി പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും എന്നറിയാവുന്നു. അങ്ങനെ നമ്മളെ അന്നുപൊടിയും ഇതൊന്ന് ട്രൈ ചെയ്തു. അവളങ്ങനെ കേക്കൊന്നും കഴിക്കുന്ന ഒരു കൂട്ടത്തിലില്ല, പക്ഷെ അവൾക്ക് ഇത് കഴിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവൾ ഒരുപാട് റിപ്പീറ്റ് അടിച്ചിട്ട് ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ പറയാനില്ല, കൂട്ടത്തിൽ ഞാനും. കാരണം ഇത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണില്ല. ഒരുപാട് ഐറ്റംസ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതൊക്കെ കഴിക്കുന്നേക്കാൾ പ്രാധാന്യം ഇതായിരുന്നു. അങ്ങനെ നമ്മൾ ആ മെനുവിലത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചിക്കൻ കോസഡില്ല വിത്ത് ആപ്പിളിൻ്റെ ഒരു ഫ്രൂട്ട് സാലഡും. പേര് പോലെ തന്നെ ഇതൊരു വെറൈറ്റി ഐറ്റം ആട്ടോ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. നല്ലൊരു സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എനിക്കാണെങ്കിൽ പൊതുവേ ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒതുങ്ങി നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. മിക്ക ആളുകൾക്കല്ല, എല്ലാ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും നല്ല ഇഷ്ടമാവും. എനിക്കിതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കഴിച്ചപ്പോഴും ഇതിലൊരു ചീസ് ആഡ് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കുറച്ചും കൂടി അതിന് ഇത്രയും ഒരു ടേസ്റ്റ് വരാനുള്ള കാരണം എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തതാണ് ചിക്കൻ ഗംബരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് തന്നെ ഒരു ചീസ് ചിക്കൻ ഐറ്റംസൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ബ്രെഡ് നമുക്ക് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഫീൽ ചെയ്യും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ചിക്കനൊക്കെ ക്യൂബ്സ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ആ ഒരു ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ
ആ ഒരു ഇളം ചൂടിലാണ് ഞാനിത് കഴിച്ചത്. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് നല്ല ടേസ്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അടുത്തത് ചിക്കൻ സ്റ്റീക്ക് ബർഗറാണ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ്. അതിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ചിക്കനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കുക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് നല്ലൊരു സ്റ്റേക്ക് ബർഗർ തന്നെയായിരുന്നു കേട്ടോ അത്. നെക്സ്റ്റ് ഐറ്റം ആണ് സ്റ്റേക്ക് ക്ലബ് സാൻഡ്വിച്ച് വിത്ത് ഇതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പൊതുവേ ബർഗറിനേക്കാളും ഇഷ്ടം സാൻഡ്വിച്ചാണ്. ഇത് 4 സെറ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഇത്രയും കഴിച്ച ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു മുതലാണ് പെസ്തോ പാസ്ത. പാസ്ത പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരുന്നില്ല, പക്ഷേ ഞാൻ പിന്നെ കുറച്ചായിട്ടാണ് ഞാനിതൊക്കെ കഴിച്ചു തുടങ്ങിയത്. ബട്ട് ഈ ഒരു പാസ്ത കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിലുള്ള ഈ ഒരു ഗ്രീൻ കളർ പോലും അതൊരു ആർട്ടിഫിഷ്യൽ കളറല്ല, ഒരു തരം തുളസീൻ്റെ ഒരു സിറപ്പാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കത് ട്രൈ ചെയ്യാൻ കണ്ടപ്പോൾ തന്നെ ട്രൈ ചെയ്യാൻ നല്ല ഇഷ്ടം തോന്നി. പിന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ നല്ല ചൂടോട് കൂടിയിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പം ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത് ചൂടുള്ള കാര്യം ഞാൻ വിട്ടുപോയിക്ക് വീഡിയോയിൽ കാണിക്കാനും പറ്റാത്ത അവസ്ഥ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ചൂടാണെങ്കിലും ഒരെണ്ണം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കഴിക്കുമായിരുന്നു. അടുത്തത് ഞങ്ങൾ ട്രൈ ചെയ്തത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റോയൽ ഫലൂദയാണ് കേട്ടോ. ഞങ്ങളിത് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടു. ഞങ്ങൾ 6 ആൾ ആഞ്ഞ് ശ്രമിച്ചിട്ടാണ് അതിൻ്റെ 3/4 ഭാഗമെങ്കിലും ഞങ്ങൾക്ക് തീർക്കാൻ പറ്റിയത്. നെക്സ്റ്റ് 2 ഡ്രിങ്ക്സ് ആണ് ഗോവ സോൾട്ടും സ്ട്രാറ്റോബെറിയും. ഗോവയല്ല കേട്ടോ, ഗോവ ആയിരുന്നു. എനിക്കത് പറയുമ്പോൾ എപ്പോഴും തെറ്റിപ്പോണൊരു വേർഡാണ്. ഈ ഒരു ഗോവ സോൾട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് കുടിക്കുമ്പോൾ അതിൻ്റെ തെറ്റത്തുള്ളത് പഞ്ചസാരയൊന്നും വിചാരിച്ചിട്ട് ഞാൻ കുടിച്ചത്. പെട്ടെന്നാണ് അത് ഉപ്പാണെന്നുള്ള കാര്യം അറിഞ്ഞത്. പക്ഷെ ഞാൻ വീണ്ടും ഉപ്പും ആ ഒരു മധുരം കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇതാണ് സ്ട്രാറ്റോബെറി, സ്ട്രോബെറി അല്ല കേട്ടോ, ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. ഇതാണ് എന്തൊക്കെയോ ബെറിയൊക്കെ വെച്ചിട്ട്. എനിക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഐറ്റത്തിനേക്കാളും മധുരം ഉണ്ടായിരുന്നു ഇതിന്. എനിക്ക് നേരത്തെ ഐറ്റമാണ് ഇഷ്ടമായത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ നാരങ്ങയൊക്കെ തട്ടിയിട്ടു. ബട്ട് ഞാനത് പിന്നെ ഭംഗിക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കുത്തി വെച്ചിട്ടാണ് പിന്നെ ഞാനത് കുടിച്ചത്. സത്യത്തിൽ നമുക്ക് സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനത് സ്പൂൺ വെച്ചിട്ട് കുടിച്ചോന്ന് മാത്രം. എൻ്റെ മൂത്തുമ്മയാണിത് ഷുഗർ ഇല്ലയെന്നും പറഞ്ഞാൽ റോയൽ ഫലൂദ തീർക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ബ്രദറും അത് ആഞ്ഞു പിടിച്ചു. അവൻ്റെ ഷർട്ടൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ള പോലത്തെ തീറ്റയായിരുന്നു. അങ്ങനെ അവസാനമായിട്ട് ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം എന്തിനങ്ങനെ വെറുതെ വെക്കണമെന്ന് വിചാരിച്ചിട്ട് അതും ഇരുന്ന് കുറച്ച് കഴിച്ചു. അങ്ങനെ മക്കളെ എനിക്ക് വയ്യാണ്ടായി തിന്നൊരു വിധമായിട്ടുണ്ട്. ബട്ട് എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമായി. ഇത്രയും ഐറ്റംസ് ഒക്കെ ഞാൻ കഴിച്ചിട്ടും ആ കേക്ക് ഞാൻ പിന്നെയും വിട്ടില്ല കേട്ടോ, അത് ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചു. ഒരു രക്ഷയില്ല, നിങ്ങളത് കഴിച്ചോ, നഷ്ടാവില്ല. ഞാനിത് ഇപ്പം തന്നെ ഞാൻ തീർത്തത് സൂപ്പർ. അപ്പം ഞാൻ ഈ ഒരു ഹണി സ്പെഷ്യൽ കേക്കിൽ വന്നത് വെറുതെ ആയില്ല. കാരണം ഞാൻ ഇവിടുത്തെ പുതിയ മെനുവിലുള്ള ആ ഒരു ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമാണ്. ഇത് മാത്രമല്ല, ഏറ്റവും നിങ്ങൾ ടോപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതായിട്ട് ഇതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല. കാരണം ഇത് കഴിച്ചു നോക്കിയപ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും പറയണത് വെറുതെ ഒന്നുമല്ല, കാരണം അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ മൊത്തം പരിപാടി കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്, മറന്നിട്ടില്ല. ഇത് ഞാൻ ആദ്യം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ.